എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. മഹാരാഷ്ട്രയിൽ 150 മുതൽ 170 വരെ BJP സഖ്യം നേടുമെന്ന് ABP ന്യൂസ് പറയുന്നു. കോൺഗ്രസ് സഖ്യം 110 മുതൽ 130 സീറ്റുകളിൽ ഒതുങ്ങും എന്നും എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. 48% വോട്ടുകൾ BJP സഖ്യം നേടുമെന്നാണ് പ്രവചനം. ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ അവിടെയും BJPയുടെ കുതിപ്പ് തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. BJP സഖ്യം 42 മുതൽ 47 വരെ നേടുമെന്ന് ABP പറയുന്നു. 25 മുതൽ 30 വരെ എന്ന് JMM കോൺഗ്രസ് സഖ്യത്തിന് 25 മുതൽ 30 വരെ എന്ന് ABP പറയുന്നു. 1 മുതൽ 4 വരെ സീറ്റുകൾ മറ്റുള്ളവരും. ഐസൻ, ജാർഖണ്ഡ് കൂടി BJPയുടെ തട്ടകത്തിലേക്ക് എന്ന് പറയുന്നു എക്സിറ്റ് പോളുകൾ. തീർച്ചയായും ജാർഖണ്ഡ് കൂടി BJPയുടെ തട്ടകത്തിലേക്ക് എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അവിടെയും നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. 81 സീറ്റുകളിലേക്കാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തീർച്ചയായും ഈ 42 സീറ്റ് എത്തുന്നതോടുകൂടി ഭൂരിപക്ഷം എത്തുകയും 47 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായും അത്തരത്തിലൊരു നീക്കം തന്നെ നടക്കുന്നു എന്ന് തന്നെയാണ് വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള പ്രധാന പ്രത്യേകത ജാർഖണ്ഡിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ നക്സൽ ബാധിത പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ്. 2 ഘട്ടമായാണ് അവിടെ വോട്ടെടുപ്പ് നടന്നത്. ഇത്രയും കുറച്ച് സീറ്റുകളിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെ എത്തിയത് ഇത്തരത്തിലുള്ള ഭീഷണികളെല്ലാം ആണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കൃത്യമായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെയാണ് അമിത്ഷാ മുന്നോട്ട് വെച്ചത്. വളരെ കൃത്യമായി ജാർഖണ്ഡിലും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലുമുള്ള ഈ ഭീകരതയുടെ സ്വഭാവം, അതായത് ഇടത് ഭീകരതയുടെ സ്വഭാവം എല്ലാം തന്നെ, ഇടത് ഭീകര സംഘടനകളെല്ലാം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ 2026 പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നൊരു വാഗ്ദാനം, അത്തരമൊരു വാഗ്ദാനം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ജാർഖണ്ഡിലെ ആ ഒരു ജീവിത സുരക്ഷയെ സംബന്ധിച്ച, സമാധാനപരമായി ജീവിക്കാനുള്ളൊരു സാധ്യതയെ സംബന്ധിച്ചൊരു വിഷയം പരമപ്രധാനമായി BJP മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. BJPയോടൊപ്പം നിൽക്കുന്ന പാർട്ടികളും അത്തരത്തിലുള്ള നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഈ സഖ്യത്തിലെ പാർട്ടികളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ BJPയോടൊപ്പം നിൽക്കുന്ന പാർട്ടികളുടെ BJPയോടൊപ്പം 3 പാർട്ടികളാണ് പ്രധാനമായുമുള്ളത്. പ്രധാനമായുമുള്ള ഈ 3 പാർട്ടികളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് BJP ആ പ്രദേശത്തുള്ളൊരു സാധ്യത, അതായത് അവർക്ക് അവിടെയുള്ള ഒരു ശക്തി തന്നെ വളരെ കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡുമാണ് പ്രധാന സഖ്യകക്ഷികൾ BJPയുടേത്. അവരെല്ലാം തന്നെ 68 സീറ്റുകളിലാണ് ഭാരതീയ ജനതാ പാർട്ടി അവിടെ മത്സരിക്കുന്നതെങ്കിൽ സ്റ്റുഡൻസ് യൂണിയൻ, ഓൾ പാർട്ടി സ്റ്റുഡൻസ് യൂണിയൻ അവിടെ മത്സരിക്കുന്നത് 10 സീറ്റുകളിലാണ്. അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡും അവിടെ മത്സരിക്കുന്നത് 2 സീറ്റുകളിൽ മത്സരിക്കുന്നു എന്നതാണ്. അത്തരത്തിൽ ഈ സഖ്യത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരു കൃത്യമായ ഒരു അജണ്ട ആ പ്രദേശത്ത് സ്വാഭാവികമായും എന്താണോ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ, ആ പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം വേണം. ആ ഭരണ സംവിധാനം വാഗ്ദാനം ചെയ്യുന്നു BJP എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു. അതിനനുസരിച്ച് ഒരു സഖ്യമുണ്ടാക്കാൻ സാധിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 68 സീറ്റുകളിലേക്ക് മത്സരിച്ചിരിക്കുന്നു. 42 സീറ്റുകളിൽ 42 മുതൽ 47 സീറ്റ് വരെ BJP സഖ്യം നേടുമെന്ന് പറയുമ്പോഴും ഈ 42ൽ കൂടുതൽ സീറ്റുകൾ BJP തന്നെത്താൻ നേടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഒറ്റക്കക്ഷി ഭരണത്തിനുള്ള സാധ്യത അവിടെ ഉണ്ട് എങ്കിൽ കൂടി തീർച്ചയായും ഈ സഖ്യം തന്നെയായിരിക്കും ഭരണം നടത്തുക എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ തന്നെ അത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് അവിടെ പ്രധാന കക്ഷികളായുള്ളത്. അവർ 43, 30 അങ്ങനെയുള്ള ഒരു സീറ്റ് ഷെയറാണ് പ്രധാനമായും നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് രാഷ്ട്രീയ ജനതാദളാണ് മറ്റൊരു പ്രധാന ഘടകം. അതുപോലെ ലെനിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടിയാണ് മറ്റൊരു സഖ്യകക്ഷി, കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ. ഈ സഖ്യകക്ഷികൾക്ക് കാര്യമായൊരു മുന്നേറ്റം നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് 25-30 സീറ്റുകളിലാണ് അവർ ജയിക്കുക എന്ന ഒരു സൂചനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ BJP വ്യക്തമായൊരു മേൽക്കൈ ജാർഖണ്ഡിലും നേടുന്നു. അത് തന്നെയാണ് ഈ സൂചനകളിൽ നിന്ന്, ABPയുടെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.